എന്തായിരിക്കും ഇതിനൊരു കാരണം? ഈ 10 വർഷത്തെ ഈ ഒരു ഡിഫറൻസിന് എന്തൊക്കെയായിരിക്കും ഫാക്ടർ? യങ് പോപ്പുലേഷൻ മാർക്കറ്റിൻ്റെ സാധ്യതകളെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു ട്രേഡർ ആവുന്നില്ല, അല്ലേ? ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്ററും ഷോർട്ട് ടേം ഇൻവെസ്റ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഉപയോഗിക്കാം. സെക്ടറിന് പ്രാധാന്യമുണ്ട്. ഏതൊക്കെ സെക്ടറുകളാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, വളരാൻ സാധ്യതയുള്ള സെക്ടർ. ഇന്ത്യ പോലുള്ളൊരു എക്കോണമിയിൽ വളരാൻ സാധ്യതയുള്ള സെക്ടർ. ഡിമാൻഡ് ഉണ്ടാവണം, അല്ലേ? ഡിമാൻഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബയേഴ്സ് അത് വാങ്ങാനുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവണം. നമ്മൾ കാണാതെ പോകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് കൊണ്ടുവന്നിരിക്കുന്ന ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ഇപ്പം നമ്മൾ നമ്മുടെ സ്റ്റോക്കുകളെ ഹെഡ്ജ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഈ OIയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ആ ഷെയർസ് തന്നെ ഒരാൾ വിൽക്കുമ്പോൾ വേറൊരാൾ മേടിക്കുകയാണ്, അല്ലേ? ആ കൈമാറ്റത്തെയാണ് വോളിയം എന്ന് പറയുന്നത്. പാനിക് ഇല്ലാതെ നമ്മുടെ സേവിങ്സിനെ വളർത്താൻ ഇന്നുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്നാണ്. പിന്നെ 2023 മുതൽ മാർച്ച് മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള റാലി എന്തുകൊണ്ടാണ് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ലോജിക്കാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. നമസ്കാരം, ഞാൻ ദീപ്തി. എൻറിച്ച് മലയാളം പോഡ്കാസ്റ്റ് സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിലെ ഗസ്റ്റ് മിസ്റ്റർ സൂരജ് കിനരത്ത്. ലാസ്റ്റ് 20 വർഷമായിട്ട് മാർക്കറ്റിലെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അല്ല, അതുകൂടാതെ 15 years ആയിട്ട് റിസർച്ച് അനലിസ്റ്റ് ആയിട്ടും സാധാരണ ജനങ്ങൾക്ക് മാർക്കറ്റിനെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ സൂരജ് കിനരത്ത്. സോ വി വെൽക്കം മിസ്റ്റർ സൂരജ് കിനരത്ത്. വെൽക്കം സർ. താങ്ക് യു. സോ ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു 20 years ആയിട്ട് മാർക്കറ്റിലുണ്ട്. സോ അപ്പോൾ മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസും ഒരുപാട്, എന്താ പറയുക, ഞാൻ പോലും ഇപ്പോൾ ഒരു ഡെക്കേഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മാർക്കറ്റിൽ, പക്ഷേ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പം നമുക്കൊരു ഫസ്റ്റ് ഒരു 20 years എന്ന് നമ്മൾ പറഞ്ഞാലും ഫസ്റ്റ് ഒരു 3-4 years ഒരു ലേണിംഗ് പ്രോസസ്സ് ആയിരിക്കും, അല്ലെ? സ്വന്തമായിട്ടൊരു ഇൻഡിവിജ്വൽ ലേണിംഗ് പ്രോസസ്സ് ആയിരിക്കും. പക്ഷേ ലാസ്റ്റ് ഒരു 10 years എടുക്കുകയാണെങ്കിൽ എന്താണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വന്നിട്ടുള്ളൊരു ബിഹേവിയറൽ ചേഞ്ച്? എന്താണ് ഒരു മാറ്റം അന്നും ഇന്നും? എന്താണ് ആ ഒരു ജേണി? തീർച്ചയായിട്ടും, ബിക്കോസ് 2007 ഞാൻ മാർക്കറ്റിൽ വന്നത്. 2007 മാർക്കറ്റ് സാഹചര്യങ്ങളല്ല 2024 അല്ലെങ്കിൽ 2025 ഇപ്പോൾ ഉള്ളത്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം മാർക്കറ്റിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പങ്കാളിത്തം വർദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രധാനമായിട്ടും മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകളെക്കുറിച്ച് സാധാരണ ജനങ്ങൾ കൂടുതലായി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഭാവിയിലേക്കുള്ള അൺസർട്ടൈനിറ്റി, അപ്പോൾ ഇൻഫ്ലേഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിനെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ മാർക്കറ്റിൽ നന്നായിട്ടുണ്ട്. പിന്നെ പൊതുവേ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരു എക്കോണമി എന്ന് പറയുന്നതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ മാർക്കറ്റിൽ പണ്ട് നമ്മളെപ്പോഴും നോക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലിംഗ് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കാറുണ്ട്, അല്ലേ? ഇപ്പോഴും മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാതെ അതിനെ പിടിച്ചു നിർത്താൻ റീറ്റെയിലേഴ്സിനെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സിൻ്റെ ആ ഒരു ശക്തമായിട്ടുള്ള സപ്പോർട്ട് മാർക്കറ്റിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ റീറ്റെയിലേഴ്സ് ആക്ച്വലി മാർക്കറ്റിൽ നല്ല രീതികളിൽ ഒരു സപ്പോർട്ടായിട്ട് തന്നെ നമുക്ക് കാണാം. എന്തായിരിക്കും ഇതിനൊരു കാരണം? ഈ 10 വർഷത്തെ ഈ ഒരു ഡിഫറൻസിന് എന്തൊക്കെയായിരിക്കും ഫാക്ടർ? തീർച്ചയായിട്ടും എക്കോണമിയുമായി ബന്ധപ്പെട്ടുള്ള ചേഞ്ചസ് തന്നെയാണ്. എന്ന് വെച്ചാൽ പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയ യങ് പോപ്പുലേഷൻ മാർക്കറ്റിൻ്റെ സാധ്യതകളെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഒരുപാടുണ്ട്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മളെല്ലാ ആളുകളും ഗാംബ്ലിംഗ് എന്നുള്ള രീതികളിലാണ്. എൻ്റെയൊക്കെ ഞാനൊരു MBA ഒക്കെ കഴിഞ്ഞ സമയത്ത് അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു സാധാരണക്കാർക്കിടയിൽ. പക്ഷേ ഇന്ന് ഇപ്പോൾ MBA അല്ലെങ്കിൽ പുതിയ പിള്ളേരെ, MBA അല്ല ബാക്കി ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും, മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളർച്ചയെ ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യമായിട്ടാണ്. അപ്പോൾ നമുക്കൊരു ബിസിനസ് വളരുമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ആ ബിസിനസ്സിൽ നമുക്ക് നേരിട്ട് പാർട്ട്ണറാവാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഭാഗമാവാൻ, എനിക്കിപ്പോൾ ഒരു കമ്പനി ഭാവിയിലേക്ക് വളർച്ചയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കമ്പനിയുടെ ഭാഗമാകാൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു അത് കൂടുതൽ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞു ഇൻട്രോയിൽ, സാധാരണ ജനങ്ങൾക്ക് കൂടെ മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. റൈറ്റിംഗിലൂടെയൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം എന്താണ് ഒരു സാധാരണക്കാരന് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
Yes. അവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും? അല്ല, ആക്ച്വലി മാർക്കറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മാർക്കറ്റിൽ പല രീതികളും പല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പം ഒരു മാർക്കറ്റിനെ ചിലപ്പോൾ ആളുകൾ F&O ട്രേഡിങ്ങിലൂടെയൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് പുതിയ തുടക്കക്കാരൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതല്ല മാർക്കറ്റ് എന്നുള്ളതാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് നിക്ഷേപം എന്ന് പറയുന്ന രീതികൾ പോലെ തന്നെ നമുക്ക് കൺസിസ്റ്റൻസിയോട് കൂടി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ സേവിങ്സിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു 10 വർഷത്തേക്ക് നമ്മുടെ എക്കോണമിയുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പോസിറ്റീവായി തോന്നുന്നുണ്ട് അങ്ങനെ ഒരു തോന്നലാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഔട്ട്ലുക്ക് എനിക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ എക്കോണമിയിൽ വളരാൻ സാധ്യതയുള്ള സെക്ടറുകളെക്കുറിച്ച് പഠിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോൾ സാധാരണക്കാരോട് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യുന്ന രീതി എന്താണ്. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് സെക്ടറാണ്, അല്ലെങ്കിൽ അതിനെന്താണ് സാധ്യത, അങ്ങനെയാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ ആളുകൾ എപ്പോഴും മാർക്കറ്റിനെ കുറിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ രീതി എന്താണ്, അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യെസ്, ഓക്കെ. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പം എങ്ങനെയാണ് ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഒരു ബിഗിനർ, ബിക്കോസ് ഇപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് ബിഗിനേഴ്സ് ഒക്കെ സഡൻ ആയിട്ട് പോകുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് F&Oയിലേക്ക് ആയിരിക്കും, അവിടെയാണ് ഒരു മിസ്റ്റേക്ക് നടക്കുന്നത്. ഒരു ബിഗിനർ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ എവിടെയാണ് അവർ തുടങ്ങേണ്ടത്? തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഒരു തുടക്കക്കാരൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവിങ്സിനെ വളർത്തുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു സേവിങ്സിനെ എങ്ങനെ വളർത്താമെന്നുള്ളത്, അത് തീർച്ചയായിട്ടും നമുക്ക് ഫണ്ടുകളിലൂടെ, മ്യൂച്വൽ ഫണ്ടുകളിലൂടെ, SIP-യിലൂടെ മാർക്കറ്റിനെ സമീപിക്കാം. അതൊരു രീതിയാണ്. നമ്മളെപ്പോഴും ഏതൊരു കാലത്തും മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനെ നമ്മൾ വലിയ രീതിയിൽ പേടിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് മ്യൂച്വൽ ഫണ്ടുകൾ, അല്ലെങ്കിൽ ആ ഒരു ഫണ്ടുകളുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തുടക്കക്കാർക്ക് എപ്പോഴും അങ്ങനെ ഒരു രീതിയിലേക്ക് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ വളരാൻ സാധ്യതയുള്ള സെക്ടറുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു എക്കോണമി വളരുകയാണെങ്കിൽ അവിടെ വളരാൻ സാധ്യതയുള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണ്, ആ സെക്ടേഴ്സിലേക്ക് അവർക്ക് വേണമെങ്കിൽ അത്തരം സ്റ്റോക്കുകളെ അവരുടെ പോർട്ട്ഫോളിയോയിൽ അത്തരം സ്റ്റോക്കുകളെ ഉൾപ്പെടുത്താം. അത് പണ്ട് നമ്മൾ പറയുന്നത് പോലെ ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ്, പക്ഷേ ടു മച്ച് ഡൈവേഴ്സിഫിക്കേഷൻ ഇന്നത്തെ കാലത്ത് കുറച്ച് നമുക്ക് കുറയ്ക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാം, വളരാൻ സാധ്യതയുള്ള സെക്ടറുകളെ മനസ്സിലാക്കുക, അതിൽ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നടത്തുക. അതാണ് നമുക്കൊരു സാധാരണ തുടക്കക്കാരനോട് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ ഞാനിപ്പോൾ ട്രേഡേഴ്സിലേക്ക് പോവാണ്. ഇപ്പോൾ ഒരുപാട് ട്രേഡേഴ്സ് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ പഠിച്ചിട്ടും അവർ ഫെയിലിയർ ആവുന്നുണ്ട് അവരുടെ ട്രേഡിങ്ങിൽ. എവിടെയാണ് ആ ഒരു പ്രോബ്ലം ഉള്ളത്? ഈവൻ ആഫ്റ്റർ ലേണിംഗ് അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ ഒരു ഫെയിലിയർ വരുന്നത്? ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇപ്പം നമ്മളെപ്പോഴും ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു ട്രേഡർ ആവുന്നില്ല അല്ലേ. ട്രേഡർ എന്ന് പറയുന്നത്, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്കൊരു മാപ്പാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ട്രെൻഡിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു ട്രെൻഡിൻ്റെ വയലേഷൻ മനസ്സിലാക്കാനൊക്കെയാണ് നമ്മൾ ടെക്നിക്കൽ, പിന്നെ എൻട്രി എക്സിറ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കാനാണ്. ഇപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്ത ശേഷം അവിടെ ട്രെൻഡ് നമ്മൾ പോസിറ്റീവ് ആണെന്ന് തോന്നിയിട്ടൊരു ട്രേഡ് എടുത്താലും അവിടെ ആ ട്രെൻഡിന് വയലേഷൻ സംഭവിക്കാം, ബിക്കോസ് മാർക്കറ്റ് അൺസർട്ടൈൻ ആണ്. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് തരുന്ന അത്തരം സാഹചര്യങ്ങൾ മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ അവിടെ നമ്മളുടെ ട്രേഡറെ നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന രീതികളിൽ ട്രേഡിംഗ് സൈക്കോളജിക്ക് അവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. പിന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, ഡിസിപ്ലിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇമോഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നുമില്ലെങ്കിൽ ഇത് ടാർഗറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വയലേഷൻ സംഭവിക്കാം, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടി വരും എന്നുള്ളത്. പലപ്പോഴും എക്സിറ്റ് ആവാനുള്ള സിഗ്നൽസ് ടെക്നിക്കൽസ് തരുമായിരിക്കാം, പക്ഷെ നമ്മൾ അവിടെ കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യാൻ നമ്മുടെ ഇമോഷൻസ് ചിലപ്പോൾ നമ്മളെ സഹായിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇമോഷൻസ് നമുക്ക് എതിരായിട്ട് വരാം. അങ്ങനെയാണ്, ബിക്കോസ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നതിനെ ആ ഒരു മെത്തേഡിലാണ്, അതൊരു ടൂളായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ട്രെൻഡിനെ കണ്ടെത്താനും അതിനെ ഫോളോ ചെയ്യാനും, അല്ലെങ്കിൽ അതിന് വയലേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം ഒരുപാട് എന്താ പറയുക ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ. ചെറിയ വീഡിയോസ് ആണെങ്കിലും ലെങ്തി വീഡിയോസ് ആണെങ്കിലും ഒക്കെ. അതല്ലാതെ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ക്ലാസ്സസും എടുക്കുന്നുണ്ട്, ഒരുപാട് സെമിനാർസും വെബിനാർസും ഒക്കെ എടുക്കുന്നുണ്ട്. എന്താണ് ഈ ലേണിംഗിന്റെ ഇമ്പോർട്ടൻറ്റ്? യെസ്, മാർക്കറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്ത് പഠിക്കണം എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മാർക്കറ്റിൽ ഒരുപാട് നോയ്സ് ഉണ്ടാവും, പക്ഷേ നമ്മുടെ രീതികൾക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഞാനൊരു കുറച്ച് കാലത്തേക്ക് ഒരു
സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ഒരു വളർച്ച ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ നമുക്ക് ടെക്നിക്കൽ എന്ന് പറയുന്നത് ചിലപ്പോൾ എൻട്രിക്ക് മാത്രമായിരിക്കാം അല്ലേ, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് എൻട്രിക്ക് മാത്രമാണ്. പക്ഷേ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡിനെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ചിലപ്പോൾ നമ്മൾ അളക്കാൻ ശ്രമിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ അവിടെ അറിയേണ്ടത്. അപ്പോൾ ആ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ ഷോർട്ട് ടേം ഫണ്ടമെൻ്റൽസ്, എന്താണ് മാർക്കറ്റിൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ അതിൽ നിന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് വളരെ ആവശ്യമുള്ളൊരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ രീതികളാണ് തീരുമാനം. ഇപ്പോൾ ഒരു ട്രേഡർ ആണെങ്കിൽ കൂടുതലായിട്ടും പ്രൈസ് ആക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും. ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ കുറച്ച് ഫണ്ടമെൻ്റൽസ്, അതിപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്ററും ഷോർട്ട് ടേം ഇൻവെസ്റ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ മനസ്സിലാക്കുന്ന രീതിയൊക്കെ വ്യത്യാസമുണ്ട്. അത് അങ്ങനെയാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിലാണ് എൻറിച്ച് വന്നിട്ട് നമ്മളിപ്പോൾ ഓരോ ടോപ്പിക്, ഇപ്പോൾ പ്രൈസ് ആക്ഷൻ പറഞ്ഞ പോലെ ഓരോ പ്രത്യേക ടോപ്പിക്സിന്, ഇപ്പോൾ പ്രൈസ് ആക്ഷൻ ആണെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ഒരു ബിഗിനർ ഇൻവെസ്റ്റർ ആണെങ്കിലും നമ്മൾ ഓരോ സ്പെഷ്യൽ ടോപ്പിക്കിലാണ് നമ്മൾ വെബിനാർസ് കൊടുക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താ പറയാ, തീർച്ചയായിട്ടും കാരണം ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഓപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഓപ്ഷൻ്റെ കൺസെപ്റ്റുകൾക്കൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ ആളുകൾക്കും എന്താണ് വേണ്ടതെന്ന് നമ്മൾ ആക്ച്വലി എൻറിച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള വെബിനാർസിൽ പല സെഷൻസിലും അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു എന്ന് നമുക്ക് തോന്നും. പക്ഷെ മാർക്കറ്റിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ സിമ്പിളായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എൻറിച്ചിൻ്റെ വെബിനാർസിലെല്ലാം ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ടോപ്പിക്സ് അതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഇനിഷ്യേറ്റീവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും നമ്മൾ കുറച്ചും കൂടെ അതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഓരോ സെപ്പറേറ്റ് ടോപ്പിക്കുകൾ അവർക്ക് മനസ്സിലാവണം. ഓരോ കാര്യങ്ങളും, അതായത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട്, അവരൊരു ഇനീഷ്യലായിട്ട് വരുന്നവരാണെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഒരു ഓപ്ഷൻ ട്രേഡേഴ്സ് ആണെങ്കിൽ അവർക്ക് അതിന്റെ ഒരു ബേസിക് തൊട്ടിട്ട് സ്ട്രാറ്റജി വരെ അവർക്ക് പഠിക്കാൻ പറ്റണം. അപ്പം ഇതൊരു എന്താ പറയുക, പലർക്കും ഉള്ളൊരു എന്താ പറയുക, ഒരു തെറ്റിദ്ധാരണ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സെഷനിൽ നമുക്കിപ്പോൾ ഓപ്ഷൻ പഠിച്ചു തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു സെഷനിൽ ഒരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി എന്താ പറയുക അവർക്കത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അതെങ്ങനെയാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്, എങ്ങനെയാണ് റിയലി എന്ന് നമ്മൾ ഓരോ സെഷൻസും ഒരു കണ്ടിന്യൂസ് സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകുന്നതാണോ, അല്ലെങ്കിൽ ഒരു സെഷനിൽ നമ്മളത് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്ന കസ്റ്റമേഴ്സ്? ഒരു സെഷനിലൂടെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒന്നോ രണ്ടോ തവണ അത് കേൾക്കുമ്പോൾ ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്ന് പറയുന്ന രീതി, കൺസെപ്റ്റുകൾ മനസ്സിലാക്കി അതിൽ തന്നെ കൺഫ്യൂഷൻസ് ആളുകൾക്ക് ഉണ്ടായിരിക്കും. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൊക്കെ അത്തരം ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും അതുപോലെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്ത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോഴാണ് ആ കൺസെപ്റ്റ് ഒന്നും കൂടിയൊക്കെ ക്ലിയർ ആവുന്നത് പുതിയ ആളുകൾക്ക്. പിന്നെ അത് അവർ ചെയ്ത് തുടങ്ങുമ്പോഴാണ്, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു കാര്യവും നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചാലാണല്ലോ, ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തത് കൊണ്ട് ഒരാളും നല്ലൊരു ഡ്രൈവർ ആവുന്നില്ല. മാർക്കറ്റിൽ അതുപോലെ തന്നെയാണ്. നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മളതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പഠിച്ച കാര്യങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. അത് അടുത്ത വെബിനാർസിൽ അവർക്ക് വന്നിട്ട് അവർക്ക് ചോദിക്കാം, ആ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാം. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ അതൊരു നമ്മളിപ്പോൾ പറയില്ലേ, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ആ ഒരു രീതിയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പം അതേപോലെ നമ്മൾ ഈ വെബിനാറുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതല്ലാതെ ഇപ്പം നമ്മളൊരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഇപ്പം എല്ലാവരും കാണുന്നത്, ഇപ്പം റാൻഡമായിട്ട് കാണുന്ന വീഡിയോസിൽ പറയുന്ന ഒരു സ്റ്റോക്സ് പോയി വാങ്ങിക്കുക, അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. അതല്ലാതെ നമുക്കിപ്പോൾ ഇപ്പം 2026 സ്റ്റാർട്ടായി. 2026 സോ ഏതൊക്കെ സെക്ടേഴ്സാണ് നമുക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത് ഇൻവെസ്റ്റേഴ്സിന്? തീർച്ചയായിട്ടും ഇപ്പോൾ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പൊതുവെ ആളുകളുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടറിവാണ് കൂടുതലായിട്ടും ആളുകൾക്ക്, അല്ലേ? മാർക്കറ്റിനെ എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ പുതിയ ആളുകൾ കാണുന്നത്. എപ്പോഴും മാർക്കറ്റിൽ ഓൾറെഡി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടറിൻ്റെ പിന്നാലെ ഓടിപ്പോവുക, അതിൽ പോയിട്ട് മുകളിൽ പോയിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. മാർക്കറ്റിന് എപ്പോഴും ഒരു സൈക്കിൾ ഉണ്ട്. എന്ന് വെച്ചാൽ മാർക്കറ്റിന് റിക്കവറി, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഒരു റിക്കവറി റാലിയിലാണ്. എന്ന് വെച്ചാൽ ഒരു കറക്ഷന് ശേഷമുള്ള റിക്കവറിയാണ്. ഇതുവരെ ഡയറക്ഷണൽ റാലിയിലേക്ക് പോയിട്ടില്ല. എന്ന് വെച്ചാൽ 2026 അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ
അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല സെക്ടറുകളും കഴിഞ്ഞ കുറച്ച് 2024 റാലി കിട്ടിയ സെക്ടറുകളിൽ ചിലപ്പോൾ ഈ വർഷം മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ആൻറ്റിസിപ്പേഷൻ ഉള്ള സെക്ടറുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. പൊതുവേ എന്ന് വെച്ചാൽ സെക്ടർ റൊട്ടേഷൻസ് നടക്കും മാർക്കറ്റുമായി ബന്ധപ്പെട്ട്. നല്ല മൂവ്മെന്റുകൾ ഉണ്ടായ പല സ്റ്റോക്കുകളും പിന്നെ കുറേ കാലം കൺസോൾട്ടേഷനിൽ കിടക്കും. അപ്പോൾ പുതിയ റൊട്ടേഷനുള്ള സെക്ടറുകളെ നമ്മൾ കണ്ടെത്തണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റലുമായി ബന്ധപ്പെട്ട സെക്ടറുകളിൽ മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഫിനാൻസ് ആൻഡ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട സെക്ടറുകളിൽ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി റാലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2026 നോക്കുമ്പോൾ ഓൾറെഡി താഴെ പോയി കിടക്കുന്ന പല സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻഫ്ര അതുപോലെയുള്ള ഫാർമ സ്റ്റോക്കുകളൊക്കെ ബേസിക്കലി US-ഉമായി ബന്ധപ്പെട്ട താരിഫിൻ്റെ കാര്യങ്ങൾ കൊണ്ടൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷണൽ റാലി ഉണ്ടായി കഴിഞ്ഞാൽ പല സ്റ്റോക്കുകളിലും ഈ താഴെ നിൽക്കുന്ന സ്റ്റോക്കുകളിൽ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു രീതി വരും. എന്ന് വെച്ചാൽ പോസിറ്റീവ് ട്രെൻഡിൻ്റെ തുടക്കം. അതാണ് ശരിക്കും മാർക്കറ്റിൽ എൻട്രി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സെക്ടറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രോമിസിംഗ് ആയിട്ടുള്ള പല സെക്ടർ ഉണ്ട്. ബാങ്കിങ്, ഫിനാൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇൻഫ്രയുമായി ബന്ധപ്പെട്ട സാധ്യതകളൊക്കെ തുടങ്ങാം. അതുപോലെ ഓട്ടോ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യ എക്കോണമി വളരുമ്പോൾ പ്രാധാന്യമുള്ളത് ഇൻഫ്ര, റിന്യൂവബിൾ എനർജി, പവർ അതുപോലുള്ള സെക്ടറുകൾക്ക് ലോങ് ടേം ഇതിൽ വരും. അതേപോലെ തന്നെ ഷോർട്ട് ടേമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓട്ടോയുമായി ബന്ധപ്പെട്ടൊക്കെ ബിക്കോസ് ആഫ്റ്റർ GSTയുടെ ഇത് കഴിഞ്ഞ ശേഷം പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് കൺസ്യൂമർ സ്പെൻഡിങ് കൂട്ടാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മേ ബി നമുക്ക് ഇതുപോലുള്ള കൺസ്യൂമർ ഡ്യൂറബിൾസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വാങ്ങലുകൾക്ക് കാരണമാവും. അപ്പോൾ പൊതുവേ ഇത്തരം സെക്ടറുകളാണ് ഇപ്പോൾ വരും 2026 പ്രതീക്ഷകളായിട്ട് കാണുന്നത്. യെസ്, ഓക്കെ. ഇപ്പം അതേപോലെ പറഞ്ഞു, ഇപ്പം ഈ ഒരു സെക്ടേഴ്സിനെ മനസ്സിലാക്കാൻ എന്താണ് ഇവർ ഫോളോ ചെയ്യേണ്ട ഗൈഡൻസ്? ഇപ്പം ന്യൂസസ് കേൾക്കുക, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക സെക്ടേഴ്സിനെ കുറിച്ച്. പക്ഷെ ആരും ആ ഒരു എന്താ പറയുക റാൻഡമായിട്ട് വാങ്ങിക്കുന്നല്ലാതെ ഈ ഒരു സെക്ടേഴ്സ് അനലൈസ് ചെയ്യുന്നില്ല. അപ്പം എന്താണ് ഇൻവെസ്റ്റേഴ്സിനുള്ളൊരു ഒരു ടിപ്പ്? അല്ല, ഇത് നമ്മളിപ്പോൾ പൊതുവേ എന്ന് വെച്ചാൽ ഈ സെക്ടർ റൊട്ടേഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതിൽ വാങ്ങലുകൾ വരുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഇൻഡെക്സുകൾക്കും ഒരു പാറ്റേൺ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് പോലെ തന്നെ ഫാർമ ഇൻഡെക്സ് ആയിക്കോട്ടെ, IT ഇൻഡെക്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേണുകളിൽ ഒരു കറക്ഷന് ശേഷം ഒരു കൺസോളിഡേഷൻ സംഭവിച്ച ശേഷം അവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കും. അത് നമ്മൾ പലപ്പോഴും കണ്ടെത്താൻ നമുക്ക് എല്ലാ ആളുകൾക്കും പെട്ടെന്ന് സാധാരണ ആളുകൾക്ക് പറ്റണമെന്നില്ല. അപ്പോൾ 2-3 സ്റ്റോക്കുകൾ, അതിലെ മേജർ സ്റ്റോക്കുകളൊക്കെ റാലി നടത്തി തുടങ്ങുമ്പോഴാണ് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ആ റൊട്ടേഷൻ നമ്മളിപ്പോൾ ഒരു അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ ചിലപ്പോൾ എല്ലാ ആളുകൾക്കും പറ്റണമെന്നില്ല. പക്ഷേ അതൊന്ന് മെല്ലെ അവിടുന്ന് ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്ന രീതികളിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ വീക്കിലി ചാർട്ടുകളിലൊക്കെ ക്യാൻഡിലുകളുടെ ഫോർമേഷനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ടുകളിൽ നിന്നുള്ള ചില ഫോർമേഷൻ ലൈക്ക് ഹാമർ, അല്ലെങ്കിൽ അൺസർട്ടേനിറ്റി, ഒരു നെഗറ്റീവ് ട്രെൻഡിൻ്റെ അൺസർട്ടേനിറ്റി സംഭവിക്കാം. അവിടുന്ന് വീണ്ടും വാങ്ങലുകളൊക്കെ വരാം. അങ്ങനെ നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു നമ്മൾ ആ ഒരു പ്രഡിക്ഷൻ അല്ല കേട്ടോ, അത് ആക്ച്വലി നമ്മൾ ആ ഒരു മൊത്തം ചാർട്ടുകളുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ആ സെക്ടറുകളിൽ ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. പിന്നെ ന്യൂസുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ നോക്കുന്ന സമയത്ത്. ഇപ്പം മാർക്കറ്റിലെ ഒരു സെക്ടറിൽ ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. ഇപ്പോൾ ഡിഫൻസുമായി ബന്ധപ്പെട്ട് സാധ്യതകളുണ്ടെന്നുള്ള ഒരു മാർക്കറ്റിൽ ഒരു ടോക്ക് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ബഡ്ജറ്റുമായി, ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട് റീസെൻ്റ്ലി വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ന്യൂസുകളെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയാണ് സെക്ടർ റൊട്ടേഷൻ, അല്ലാതെ വേറെ അതിനൊരു മാജിക് ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ്സിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്? യെസ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിന് ചേഞ്ചസ് വരുത്തുന്ന ഒരു രീതിയല്ല. പെട്ടെന്ന് മാർക്കറ്റിൽ ചേഞ്ചസ് വരുന്നത് ബിക്കോസ് ഓഫ് പ്രൈസ് ആക്ഷൻ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആൻറ്റിസിപ്പേഷൻ കൊണ്ടാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എപ്പോഴും ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ലോങ് ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 years അല്ലെങ്കിൽ 6 years അങ്ങനെ മാർക്കറ്റിൻ്റെ വളർച്ചയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്നതെന്ന് പറയും. അവിടെ പലപ്പോഴും നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഉപയോഗിക്കാം. സെക്ടറിന് പ്രാധാന്യമുണ്ട്. ഏതൊക്കെ സെക്ടറുകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, വളരാൻ സാധ്യതയുള്ള സെക്ടർ, ഇന്ത്യ പോലുള്ളൊരു എക്കോണമിയിൽ വളരാൻ സാധ്യതയുള്ള സെക്ടർ. 2, ഇത്തരം സെക്ടറുകളിൽ ഫെയർ വാല്യുവേഷനുള്ള സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കാം. ഫെയർ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത, ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ തമ്മിൽ വലിയ അന്തരങ്ങളില്ലാത്ത സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കാം.
വാങ്ങിക്കാം. അതിനെ നമുക്ക് ലോങ് ടേമിലേക്ക് അതിൽ ബെസ്റ്റ് എന്ന് തോന്നുന്ന സ്റ്റോക്കുകളെ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഷോർട്ട് ടേം എന്ന് പറയുന്ന വേറൊരു രീതിയുണ്ട്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 5 to 6 മന്ത്സിനോ അല്ലെങ്കിൽ ലെസ് ദാൻ 1 ഇയർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകളെ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് ടേമിലേക്ക് ഒരു സ്റ്റോക്ക് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തുള്ളതിൻ്റെ ഗ്രോത്തിനെ ഉപയോഗിക്കുന്ന പോലെയല്ല ഷോർട്ട് ടേമിലേക്ക്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അവിടെ ഒരു ഡിമാൻഡ് ഉണ്ടാവണം, അല്ലേ? ഡിമാൻഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബയേഴ്സ് അത് വാങ്ങാനുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവണം. അങ്ങനെ ബയേഴ്സ് ഒരു ആൻറ്റിസിപ്പേഷൻ അവിടെ നടത്തണമെങ്കിൽ അത് ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ ആളുകൾ അത് ആ സ്റ്റോക്കിനെ കൂടുതലായിട്ട് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കഴിഞ്ഞൊരു 3 വർഷത്തെ സെയിൽസും പ്രോഫിറ്റ് ഗ്രോത്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി മനസ്സിലാക്കുക. അപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഒരു നല്ല കച്ചവടമുള്ള ഒരു ബിസിനസ്സാണ്, സെക്ടറിനും പ്രാധാന്യമുണ്ട്, അതൊരു കറക്ഷനിലാണ് എന്നുള്ള രീതികളൊക്കെ അവിടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഷോർട്ട് ടേമും ലോങ് ടേമും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഫണ്ടമെൻ്റലിൽ തന്നെ, വാല്യുവേഷൻ പ്രകാരമൊക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ. ഇപ്പോൾ പറഞ്ഞതിൽ എനിക്കൊരു പോയിന്റ് ഉള്ളത്, ചില സമയങ്ങളിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ചില സ്റ്റോക്കുകൾ വാങ്ങാനുള്ള ട്രെൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ചില സ്റ്റോക്സ് അവരെടുത്തിടുന്ന സമയത്ത് അത് വാങ്ങിക്കാനുള്ള ഒരു ട്രെൻഡ്, അതിലേക്കൊരു പുഷ് വരുന്നത്. സോ അതൊരു കറക്റ്റ് ആയിട്ടുള്ള വേ ആണോ? അല്ല, അതാണ് പലപ്പോഴും എന്നെ പോലുള്ള ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നത് അത്തരം ഒരു കാര്യമാണ്. കാരണം 2021 ശേഷം മാർക്കറ്റിൽ ഒരു റാലി ഉണ്ടായിട്ടുണ്ട്. അപ്പം സോഷ്യൽ മീഡിയയിൽ പല ഇൻഫ്ലുവൻസേഴ്സും മാർക്കറ്റിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു രീതി വെച്ചിട്ടാണ്. ഒരു ചാർട്ട് എടുത്തിട്ട് അതിലൊരു ലൈൻ വരച്ചിട്ട് അതിലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുക, അതിനെ ഒരു റാലി ഉണ്ടാവും. അപ്പോൾ അത് അന്നത്തെ ഒരു ഡയറക്ഷണൽ മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ വളരെ കൃത്യമായിട്ട് വർക്കായിരുന്നു. അതൊരു മാർക്കറ്റിൻ്റെ അന്നത്തെ ഒരു സ്വഭാവമാണ്. പക്ഷേ എല്ലാ ആളുകളും മനസ്സിലാക്കിയിരിക്കുന്ന ഇതുപോലെ ബ്രേക്ക് ഔട്ടുകൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് നന്നായി കയറി അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ അതിനെ മേടിക്കുക എന്നുള്ളതാണ് പുതിയ ആളുകളൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ അതിലൊരു റിസ്ക് ഉണ്ട്. മാർക്കറ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കറക്ഷനും കൺസോളിഡേഷനുമാണ്. ഇപ്പോൾ അത്തരം ഒരു അനാലിസിസ് മാർക്കറ്റിൽ കുറവാണ്. കാരണം എന്താണ്, ആളുകൾക്കത് മനസ്സിലായി, അതൊരു റിസ്കി ഒരു രീതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പല സ്റ്റോക്കുകളെക്കുറിച്ചും പല ആളുകളും പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സ്റ്റോക്കൊക്കെ ഒരുപാട് റാലി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ആ റാലി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പലപ്പോഴും റാലികൾ ഉണ്ടാകുന്നത് ഒരു ആൻറ്റിസിപ്പേഷൻ്റെ പുറത്താണ്. ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു റാലി എന്ന് പറയുന്നതിൽ ഒരു 60% ചിലപ്പോൾ ഇത് ഭാവിയിലേക്ക് വളരുമെന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും അത് കയറുന്നത്, അല്ലേ? അതിൻ്റെ ഒരു ട്രാക്കിലേക്ക് ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നില്ല, റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നൊരു സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഒരു ട്രാക്കിലേക്ക് എത്താതെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. അങ്ങനത്തെ സ്റ്റോക്കുകൾ നമ്മൾ ഹൈയിൽ പോയി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കയ്യിൽ പെട്ടുപോകും. അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് അതിൽ വരുന്ന സ്റ്റോക്കുകൾ കണ്ണുമടച്ചെടുക്കരുത്. കാരണം അതൊരു കറക്ഷൻ ഉണ്ടായതാണോ, സെക്ടറിന് പ്രാധാന്യം ഉള്ളതാണോ എന്നൊക്കെ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഒരുപാട് ആളുകൾക്ക് അതൊരു പോസിറ്റീവായിട്ട് മനസ്സിലാക്കാൻ മാർക്കറ്റിനെ കുറച്ചും കൂടി, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ 2007 ആയിരുന്നപ്പോൾ ഞാനൊക്കെ റിസർച്ചിൽ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾക്ക് ലിമിറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതുണ്ട്. പക്ഷേ അതിൽ നല്ലതും ചീത്തയും തിരിച്ചറിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും ഒരു ട്രേഡർ കോൺസെപ്റ്റിലേക്ക് വരാം. നമ്മളിപ്പോൾ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും വിചാരിക്കുന്നത് ഒരു ഇൻഡിക്കേറ്റർ പഠിച്ചാൽ ആ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ അത് ആക്ച്വലി എന്താണ്? ഒരു ഇൻഡിക്കേറ്ററിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷേ ഒരുപാട് അതിനെ ചുറ്റിയുള്ള കുറേ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഒരു ഇൻഡിക്കേറ്റർ പഠിക്കുമ്പോൾ? അത് പറയുന്നതിന് മുന്നേ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കൺഫർമേഷൻ മെത്തേഡാണ്, അല്ലേ? മൂവിങ് ആവറേജ്, MACD, RSI പോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ടെക്നിക്കൽ അനാലിസിസിനെ ഞാൻ എപ്പോഴും ഒരു 3 തരത്തിലാണ് തരംതിരിക്കുക. ഒന്നെന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ. നമ്മൾ എന്താണ് ചാർട്ടുകളിൽ കാണുന്നത്, നമ്മൾ എന്താണ് ചാർട്ടുകളിലൂടെ ഒബ്സർവ് ചെയ്യുന്നത്, അതാണ് പ്രൈസ് ആക്ഷൻ. അവിടെ നമ്മൾ വരകൾ വരയ്ക്കും, ട്രെൻഡുകൾ കണ്ടെത്തും, ഫിബ് റിട്രേസ്മെൻറ്റുകൾ ഉപയോഗിക്കും, ഇങ്ങനെ ലെവൽ അനാലിസിസ്
അനാലിസിസ് എല്ലാം പ്രൈസ് ആക്ഷനാണ്. ക്യാൻഡിൽസ് ഒക്കെ പ്രൈസ് ആക്ഷനാണ്. ഈ പ്രൈസ് ആക്ഷന് ഒരു കൺഫർമേഷനായിട്ട് ഇപ്പോൾ ട്രേഡ് ഐഡൻറ്റിഫിക്കേഷനാണ് പലപ്പോഴും പ്രൈസ് ആക്ഷനിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ നോക്കുക വെച്ചാൽ നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു പ്രൈസ് ആക്ഷനിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഇന്ന രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. അത് ആ ഒരു പ്രൈസ് ആക്ഷനെ കൺഫർമേഷനായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും ഒരു കൺഫർമേഷനാണ്, അല്ലാതെ മൂവിങ് ആവറേജ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല. മൂവിങ് ആവറേജ് ഒരു ട്രെൻഡിന് ശക്തി ഉണ്ടോ എന്ന് അറിയാനും അതിന് വയലേഷൻ സംഭവിക്കുന്നുണ്ടോ, അപ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡിന് ഒരു വയലേഷൻ സംഭവിക്കുന്നു, അത് മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ, ഇൻഡിക്കേറ്റേഴ്സ്, ദെൻ വോളിയം, അതിനും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് നമ്മളൊരു ട്രേഡർ ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നതാണ് അല്ലേ, എത്രത്തോളം കച്ചവടം അവിടെ നടക്കുന്നുണ്ട്, അവിടെ ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ മൂന്നും കൂടി കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് അവിടെ ടെക്നിക്കൽ അനാലിസിസ് പൂർണ്ണമാകുന്നത്. അല്ലാതെ എൻ്റെ അടുത്ത് ഒരാൾ പറയുകയാണ് RSI വെച്ചോ അതുകൊണ്ടൊരു ബൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ടും ശരിയല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കൊരു കോമ്പിനേഷൻ ഓഫ് പ്രൈസ് ആക്ഷൻ, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ്, ദെൻ വോളിയം, അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. യെസ്, ഒരു ട്രേഡറുടെ പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പം അതേപോലെ നമ്മളിപ്പോൾ ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് എടുക്കുകയാണെങ്കിൽ ഇപ്പം പലരും ഫെയിലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചിട്ടും ഫെയിലിയർ ആവുന്നുണ്ട്. ഈ ഒരു F&O ട്രേഡിങ്ങിൽ നമ്മൾ കാണാതെ പോകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. സോ എന്തൊക്കെയാണ് ഒരു ട്രേഡർ അത് ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാവുന്ന ഒരു രീതിയായിട്ടാണ് ആളുകൾ അതിലേക്ക് വരുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് ഇത് ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നതിന് മുന്നേ തന്നെ ആളുകൾ ഇതിലേക്ക് വരും. പക്ഷേ F&O ട്രേഡിങ്ങിനെ നമുക്കൊരു ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കുകളെ ഹെഡ്ജ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഫ്യൂച്ചേഴ്സും അതുപോലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മളതിനെ കൂടുതലായിട്ടും ട്രേഡിംഗ് രീതികൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു ചെറിയ പോർഷൻ മതി, അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലാർജ് എമൗണ്ട് എപ്പോഴും സ്റ്റോക്കുകളിൽ ചെയ്യുമ്പോഴും ഒരു ചെറിയ പോർഷൻ വെച്ചുകൊണ്ട് ഓപ്ഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാം. പക്ഷേ ഇതിൽ നമ്മൾ നേക്കഡ് ബൈയിങ്ങോ നേക്കഡ് സെല്ലിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാത്ത കാര്യം, ഇവിടെ ടെക്നിക്കൽ വെച്ചിട്ടോ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ഇത് നോക്കിയിട്ടോ അല്ല നമ്മൾ കൂടുതലായിട്ട്. അവിടെ നമ്മൾ ആ ഒരു മാർക്കറ്റിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തീറ്റ DKയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം പൊതുവായിട്ടുള്ള അണ്ടർലൈങ് അസറ്റിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. പിന്നെ ആക്ച്വലി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകളുടെ വാല്യൂ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ടൈം തീറ്റ DK കുറിച്ച് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി എന്ന് പറയുന്ന രീതി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു സാധാരണ ഒരാൾ ആദ്യം ഇത് മനസ്സിലാക്കില്ല. എല്ലാ ആളുകളും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിനെ അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ മാർക്കറ്റ് കയറും. നമുക്കൊരു ഹോപ്പിൻ്റെ പുറത്താണ് പല ആളുകളും ഈ ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറയുക, കൂടുതൽ ആളുകൾ ഇപ്പോൾ സെല്ലിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, കുറച്ചുകൂടി കൺസിസ്റ്റൻസി കിട്ടും, അത് കുറച്ച് ക്യാപിറ്റൽ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ബൈയിങ് സ്ട്രാറ്റജീസ് ഉണ്ടാവും, അത് നമുക്കൊരു ലിമിറ്റഡ് റിസ്ക് ഒക്കെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹെഡ്ജിങ് രീതികൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും കൂടുതലായിട്ടും ഇത്തരം ഇപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ തന്നെ നേക്കഡായിട്ടൊരു ബൈ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താ, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റ് കയറിയാലും ചിലപ്പോൾ നമുക്ക് നഷ്ടം ലാഭം കിട്ടണമെന്നില്ല. കാരണം ഡയറക്ഷണൽ റാലികൾ എപ്പോൾ സംഭവിക്കുന്നു എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ വാങ്ങി വെച്ചതുകൊണ്ട് അവിടെ ലാഭം ഉണ്ടാവണമെന്നില്ല. തീറ്റ DK പ്രകാരം അത് ഇതായിപ്പോവും. അപ്പോൾ എപ്പോഴും ഒരു ഡയറക്ഷണൽ റാലി കണ്ടെത്തുക. ഒരു കാറ്റ്, ഞാൻ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാറ്റ് ഉണ്ടാവും, മുകളിലോട്ടോ താഴോട്ടോ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഓപ്ഷൻ ബയേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചാടിക്കയറി ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പ്രോപ്പർ പ്ലാൻ വെച്ചുകൊണ്ട്, ചെറിയ ക്യാപിറ്റൽ വെച്ചുകൊണ്ട്, റിസ്ക് മാനേജ്മെൻറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പം പറഞ്ഞ പോലെ അബൌട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ്, ഇപ്പം എനിക്ക് തോന്നുന്നു എൻറിച്ചിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് OI അനാലിസിസ് എന്ന് പറയുന്നത്, ട്രെൻഡിങ് OI ഒക്കെ. ഈ OIയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? പലർക്കും അത് അറിയാം, പക്ഷെ എന്നാലും അത് എങ്ങനെ യൂസ് ചെയ്യണം, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ ട്രേഡിംഗ് എടുക്കുന്ന സമയത്ത്? തീർച്ചയായിട്ടും അതൊരു ഇപ്പം നമ്മൾ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് വോളിയം എന്ന് പറയുന്നത്
പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം കച്ചവടം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പോലുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്ര ഷെയർസ് മാർക്കറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ആ ഷെയർസ് തന്നെ ഒരാൾ വിൽക്കുമ്പോൾ വേറൊരാൾ മേടിക്കുകയാണ് അല്ലേ. ആ കൈമാറ്റത്തെയാണ് വോളിയം എന്ന് പറയുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി കരാറുകളാണല്ലോ. അപ്പോൾ ഒരു വാല്യൂ ഡിറൈവ്ഡ് ഫ്രം എൻ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഒരു കരാർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് എത്ര കരാറുകൾ വേണമെങ്കിൽ അവിടെ ഉണ്ടാക്കപ്പെടാം. ഒരു ഷോർട്ട് പോർഷനും ഒരു ലോങ് പോർഷനും ക്രിയേറ്റ് ചെയ്താൽ എത്ര കരാറുകൾ വേണമെങ്കിൽ അവിടെ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റിലൂടെ മാർക്കറ്റിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ് ആ ഒരു ട്രെൻഡിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതലായിട്ടും ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പണ്ട് ഇപ്പോൾ അത് കൃത്യമായിട്ട് ഓരോ സമയത്തും ഇതിൻ്റെ ചേഞ്ചസ് വരാം. എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് കൃത്യമായിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസുകളും മാർക്കറ്റിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. ഇപ്പോൾ കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെയാണ്, പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെയാണ് കൂടുതൽ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് മാറി ഇപ്പം പൊതുവേ ഇതെന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ബിഗ് പ്ലേയേഴ്സിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ബിഗ് പ്ലേയേഴ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ഒന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ, എന്താണ് മാർക്കറ്റിൽ പൊതുവേ ഉള്ളൊരു സ്വഭാവം എന്നൊക്കെ മനസ്സിലാക്കാൻ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അത് ഓരോ മിനിറ്റുകളിലും നമുക്ക് ഇപ്പോൾ എൻറിച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ്സിലൊക്കെ നമുക്ക് ആ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഓപ്പൺ ഇൻട്രസ്റ്റിലുള്ള ചേഞ്ചസ് ഒരു ട്രേഡർക്ക് പ്രൈസ് ആക്ഷൻ, അതിൻ്റെ കൂടെ അയാളുടെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പ്ലസ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെയും കൂടി ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു കൺക്ലൂഷനിലേക്ക് പോകാൻ പറ്റും. ഒരു ഡിസിഷൻ കുറച്ചും കൂടി കൺഫർമേഷൻ ആവും. നമ്മൾ ഒന്ന് മാത്രമല്ല നമ്മൾ 2-3 കാര്യങ്ങളെ എടുക്കുന്നു എന്ന് മനസ്സിലാക്കുക. യെസ്. ഓക്കെ. ഇപ്പം യൂഷ്വലി മാർക്കറ്റ് കറക്ഷൻസ് നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരുപാട് മാർക്കറ്റ് കറക്ഷൻസ് കണ്ടു. ഇപ്പോൾ നമ്മൾ 2008 2020 കോവിഡ് ആയിക്കോട്ടെ, അതൊക്കെ റീസെന്റ് ഇപ്പോൾ ട്രംപിന്റെ കുറേ ന്യൂസ്, ഇതൊക്കെ ടാരിഫ് ഇഷ്യൂസ് ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് മാർക്കറ്റ് കറക്ഷൻസ് കണ്ടു. ഇപ്പം എന്നാലും റിപ്പീറ്റഡ്ലി ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ട് ക്ലയൻസ്. റിപ്പീറ്റഡ്ലി ഏതൊരു കറക്ഷനിലും അവർ അതേ മിസ്റ്റേക്ക് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഇങ്ങനത്തെ മാർക്കറ്റ് കറക്ഷൻസ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ പൊതു സ്വഭാവം പല ആളുകൾക്കും അറിയില്ല. എന്ന് വെച്ചാൽ എല്ലാ ആളുകളും ഒരു സ്റ്റോക്കിന്റെ പിന്നാലെ അല്ലെങ്കിൽ ഒരു ട്രേഡിന് പിന്നാലെയാണ്. എന്താണ് മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താണ് മാർക്കറ്റിന്റെ പൊതു സ്വഭാവം? അതൊരു ട്രേഡർ ആണെങ്കിലും ഒരു നിക്ഷേപകനാണെങ്കിലും എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് അറിയണം. ഒരു ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻ പലപ്പോഴും ഒരു ഇൻവെസ്റ്റർക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ പൊതുവായിട്ട് മാർക്കറ്റിന് റാലികൾ ഉണ്ടാവുന്ന സമയങ്ങളുണ്ടാവാം, കൺസോളിഡേഷൻ ഉണ്ടാവുന്ന സമയങ്ങളുണ്ടാവാം, മാർക്കറ്റിൻ്റെ ട്രെൻഡ് വയലേഷൻ ഉണ്ടാവുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പൊതുവെ ആളുകൾക്ക് പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും പാനിക് ആവുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. എന്ന് വെച്ചാൽ പലപ്പോഴും പല സ്റ്റോക്കുകളും ഹൈയിലായിരിക്കും പോയി എൻട്രി എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ മാർക്കറ്റിൽ ചെറിയ പാനിക് ഉണ്ടാവുന്ന സമയത്ത് മാർക്കറ്റിൽ ആളുകൾ ഇതിനെ വിൽക്കാനും അല്ലെങ്കിൽ നഷ്ടത്തിൽ വിൽക്കാനും പിന്നെ വേറെ സ്റ്റോക്കുകളിലേക്ക് ജമ്പ് ചെയ്യാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ പാനിക് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പാനിക് ഉണ്ടാവുന്നത് ഒരു തെറ്റല്ല. കാരണം അതൊരു ഇൻവെസ്റ്ററുടെ ഒരു എല്ലാ ആളുകൾക്കും ഉണ്ടാവും ഒരു അൺസർട്ടി. പക്ഷെ നമുക്ക് അതിനെ മറികടക്കാൻ ഫണ്ടമെൻ്റലി നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ എന്താണ് കറക്ഷൻ്റെ റീസൺ എന്ന് നമുക്കറിയാൻ പറ്റണം. സ്റ്റോക്ക് സ്പെസിഫിക് ആണോ അതോ ഓവറോൾ മാർക്കറ്റിൻ്റെ കാര്യം കൊണ്ടാണോ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ആവറേജിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് താഴെ വന്ന ഉടനെ ആവറേജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരു സ്റ്റോക്ക് താഴെ വന്നത് സപ്പോർട്ട് എടുത്ത് എഗെയിൻ ട്രെൻഡ് റിവേഴ്സലിലേക്ക് പോകുമ്പോഴാണ് എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും ആവറേജ് ചെയ്യേണ്ടത്. അപ്പോൾ പാനിക്കിനെ മറികടക്കാൻ ഫണ്ടമെൻ്റലി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റണം. പിന്നെ എവിടുന്ന് ആവറേജ് ചെയ്യണം എന്നുള്ളതിനൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. അതെന്തായാലും എല്ലാ ആളുകളും കറക്ഷൻ സമയത്ത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ പൊതുവായിട്ടുള്ള മാർക്കറ്റ് സ്വഭാവം മനസ്സിലാക്കും. 2024 സെപ്റ്റംബറിൽ അനിവാര്യമായിട്ടുള്ള ഒരു കറക്ഷൻ ആയിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലിംഗ് തുടങ്ങി. അന്നത്തെ റിസൾട്ടുകൾ മോശമായിരുന്നു, GDP മോശമായിരുന്നു എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു കറക്ഷൻ ഉണ്ടായത്. അത് അനിവാര്യമായിട്ടുള്ള കറക്ഷനാണ്. മാർക്കറ്റിൻ്റെ ഒരു റാലി നോക്കിക്കഴിഞ്ഞാൽ 2018 ശേഷമുള്ള മൂവ്മെൻറ്റ്, പിന്നെ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു റാലി, അതിനുശേഷം ഒരു കറക്ഷൻ ഉണ്ടായി. പിന്നെ 2023 മുതൽ മാർച്ച് മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള റാലി, പിന്നെ ഒരു കറക്ഷൻ, ഇപ്പോൾ റിക്കവറിയാണ്. ഇപ്പോഴും മാർക്കറ്റ് ഡയറക്ഷണൽ റാലിയിലേക്ക് പോയിട്ടില്ല അല്ലേ? ഇപ്പോഴും മാർക്കറ്റ് അത് ബ്രേക്ക് എന്താ പറയുക, മാർക്കറ്റ് ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യപ്പെടുമ്പോഴായിരിക്കും അടുത്തൊരു ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വരിക. എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ വീണ്ടും ഒരു പാർട്ടിസിപ്പേഷൻ വരും. അപ്പോഴാണ് ഡയറക്ഷണൽ മാർക്കറ്റ് റാലി ഉണ്ടാവുക. അപ്പോഴാണ് എല്ലാ സ്റ്റോക്കുകളിലേക്കും ആ ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2026 എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. യെസ്. ഓക്കെ. ഇപ്പം
ഒരു ട്രേഡേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ ഡിസിപ്ലിൻ ആണോ സ്ട്രാറ്റജി ആണോ, ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും ഡിസിപ്ലിൻ ആണ്. എന്ന് വെച്ചാൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പല സ്ട്രാറ്റജികളുണ്ടാവും. ഓരോ സമയത്തും ഓരോ സ്ട്രാറ്റജികൾക്കും അതിൻ്റേതായൊരു സമയവും, ഇപ്പോൾ എല്ലാ സ്ട്രാറ്റജികളും എല്ലാ സമയത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഒരു ട്രേഡറെ നിലനിർത്തുന്നത് ഡിസിപ്ലിൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഡിസിപ്ലിനിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ട്രേഡറുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അയാൾ എടുക്കുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അയാൾ ഒരു മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് റാലി തുടങ്ങി, പക്ഷേ അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റണം, ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബ്രേക്ക് ഔട്ടാണ്, ആ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യപ്പെടാൻ പറ്റാതെ അതിന് താഴോട്ട് വരികയാണെങ്കിൽ ഞാൻ അവിടുന്ന് എക്സിറ്റ് ചെയ്യണം ചെറിയ നഷ്ടത്തിൽ എന്നുള്ളത് അതെൻ്റെ രീതികൾക്കനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളും കൺസിസ്റ്റൻസിയോട് കൂടി നിൽക്കണമെങ്കിൽ അവർ ഡിസിപ്ലിൻ ഉള്ള ആളുകളായിരിക്കും. അവർ ചിലപ്പോൾ ഒരേ സ്ട്രാറ്റജി തന്നെ ആയിരിക്കില്ല വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഡിസിപ്ലിനാണ് ഇമ്പോർട്ടൻസ്. യെസ്. ഇപ്പം അതേപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു 10 വർഷത്തിൽ ആ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റുകളിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത്. സോ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഒരുപാടുണ്ട്. ഇപ്പം എൻറിച്ചിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഫീച്ചേഴ്സ് ആണ് 10 rupees പോലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. എന്താണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യകത? എനിക്ക് തോന്നുന്നു കമ്പൽസറി ആയിട്ട് ഓരോ ഇൻഡിവിജ്വലും ഒരു മ്യൂച്വൽ ഫണ്ടെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അടുത്തൊരു 10 വർഷത്തേക്ക് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം മാർക്കറ്റിൻ്റെ ഒരു ആക്ച്വലി വളർച്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാനിക് ഇല്ലാതെ നമ്മുടെ സേവിങ്സിനെ വളർത്താൻ ഇന്നുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്നാണ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ ആളുകളും ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊക്കെ ഫണ്ടുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഓരോ ആളുകളുടെയും റിസ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ റിസ്ക് ഉണ്ടാവാം, പക്ഷേ ഗ്രോത്തിനാണ് അവിടെ പ്രാധാന്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ടുകളുണ്ട്, സ്മോൾ ക്യാപ്പ്, അതുപോലെ ഫ്ലെക്സി, അങ്ങനെ എല്ലാ രീതികളിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാം. 1-2 ഫണ്ടുകൾ അല്ലെങ്കിൽ 1-2-3 ഫണ്ടുകളൊക്കെ നമുക്കതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിൽ എസ്പെഷ്യലി നമുക്ക് തോന്നുന്നു നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കണം ഇൻവെസ്റ്റ്മെന്റ്. ഇല്ല എനിക്ക് റാൻഡം ആയിട്ടൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബിക്കോസ് ഇങ്ങനെ ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. സോ ഒന്ന് എൻ്റെ ഗോൾ ബേസ്ഡ് ആയിട്ടുണ്ട്, ഒന്ന് എനിക്ക് റാൻഡം ആയിട്ട് എൻ്റെ കയ്യിൽ ഇത്രയും എമൗണ്ട് ഉണ്ട്, എനിക്കത് ഏതിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. എങ്ങനെയാണ് ആ ഒരു തോട്ട് പ്രോസസ്സിനെ നമ്മൾ ആക്ച്വലി നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പല പ്ലാനുകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പല പെൻറിച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ പല പെൻഷൻ റിലേറ്റഡ്, അതുപോലെ തന്നെ ചൈൽഡുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പല ഫണ്ടുകളുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് പ്ലാൻ ചെയ്ത് ഒരു ഫണ്ട് അതിൽ എന്തായാലും ചെയ്യാം, അങ്ങനെയുള്ള ആവശ്യമുള്ള ആളുകൾക്ക്. അതേപോലെ തന്നെ നോർമലായിട്ടുള്ള ഫണ്ടുകളും നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ടും കൂടി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രമല്ല, രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ രണ്ടും ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ. ഇപ്പം നമുക്കിപ്പോൾ ഇന്നൊരു 10,000 rupees ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഷോർട്ട് ടേമിൽ എനിക്ക് 20,000 കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റുമായിട്ട് ഒരുപാട് ആളുകൾ മാർക്കറ്റിലേക്ക് വന്നിട്ട് എക്സിറ്റ് ആയി പോകുന്നുണ്ട്. അതായത് ലോസിലാണ് എക്സിറ്റ് ആയി പോകുന്നത്. എന്താണ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റുപ്പി കോസ്റ്റ് ആവറേജിങ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്ന സാഹചര്യത്തിലും താഴെ നിന്നുള്ള മേടിക്കലുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലതവണയായിട്ട് അത് മേടിക്കുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റാണല്ലോ SIP എന്ന് പറയുന്നത്. അപ്പോൾ റുപ്പി കോസ്റ്റ് ആവറേജിങ്ങും കോമ്പൗണ്ടിങ്ങും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോഴും ഇപ്പോൾ താഴോട്ട് മാർക്കറ്റ് വരുമ്പോഴും അത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. ബിക്കോസ് അത് നമ്മുടെ ഫണ്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് ആവറേജിങ് റുപ്പി കോസ്റ്റ് ആവറേജിങ് സംഭവിക്കുക എന്നുള്ളതാണ്. അതെല്ലാം ആളുകൾക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ്, നമുക്കറിയാമല്ലോ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ആളുകൾ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന രീതികളൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയല്ലേ, എന്താണ് പെട്ടെന്നുള്ള റാലി കണ്ടിട്ട് മാർക്കറ്റിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സേവിങ്സിനെ കൃത്യമായിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യുക, അടുത്ത 5-10 വർഷത്തേക്കുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകൾക്കും ആ
അപ്രോച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട, നിങ്ങൾ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകൾ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പുതിയ ആളുകളൊക്കെ, കുറേ ആളുകൾ, പുതിയ യങ് പോപ്പുലേഷൻ തന്നെ, അവർക്കൊരു സമ്പാദ്യ ശീലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളിപ്പം ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. യെസ്, ഗ്ലോബൽ മാർക്കറ്റ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റും നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ രൂപയുടെ മൂല്യം കുറയുന്നതും കൂടുന്നതും ഒക്കെ തന്നെ നമ്മുടെ മാർക്കറ്റിന് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു സാധാരണക്കാരന് എങ്ങനെയാണ് ഈ രൂപയുടെ മൂല്യം കുറയുന്നത് നമ്മുടെ മാർക്കറ്റിന് എഫക്റ്റ് ആവുന്നത്, ഇല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് ഇനിയും ശരിക്കും ക്ലിയർ ആയിട്ട്? അതെ, അത് പല രീതികളും നമുക്കതിനെ കാണാം. അപ്പോൾ RBIയുടെ പോളിസി എന്ന് പറയുന്നത് നമുക്കറിയാം. റീസെൻ്റ് ആയിട്ടുള്ള RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് 2 തവണ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മോണിറ്ററി പോളിസി എപ്പോഴും ഒന്നുമില്ലെങ്കിൽ ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള മാക്രോ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ ഒരു പരിധിവരെ കൺട്രോളിലായിട്ടാണ് പോകുന്നത്. അത് ഒരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് RBI എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതും ഗ്രോത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ള രീതികളിലാണ് ഇപ്പോഴത്തെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ മാക്രോ ഫാക്ടേഴ്സ്, ഇപ്പോൾ GDP പോസിറ്റീവാണ്, ഈ ഇടയ്ക്ക് വന്ന ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് പ്രശ്നമല്ല എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഞാൻ ലോട്ടോയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു വിൽപ്പന കാര്യങ്ങളൊക്കെ വരണം എന്നുള്ളതൊക്കെ സമയമെടുക്കുമായിരിക്കാം. പക്ഷേ ഇതെല്ലാം ഒരു പൊതുവെ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ കാണാം. മാക്രോ ഫാക്ടേഴ്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പോസിറ്റീവാണ്. എങ്കിലും നമുക്ക് ഗ്ലോബൽ ടെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ US-ഉമായി ബന്ധപ്പെട്ട താരിഫുമായി ഇപ്പോൾ ഒരു കൺഫർമേഷനിലേക്ക് പോയിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ പല ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ മാർക്കറ്റിന് ഇടക്കാല സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമെങ്കിലും ഒരു ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിന് അപ്പുറത്തേക്ക് ഒരു ലോങ് ടേം എന്ന് പറയുമ്പോൾ അടുത്തൊരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കൊക്കെ നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള എക്കോണമിയുടെ ഒപ്പം വളരാൻ പറ്റുമെന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വളർച്ചയെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു പൊളിറ്റിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളോ വെച്ചിട്ടൊന്നുമല്ല. ഒരു മാർക്കറ്റിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക, എക്കോണമിയുടെ വളരുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നാണ്. പിന്നെ റുപ്പിയുമായി ബന്ധപ്പെട്ട് റുപ്പി ഡിപ്രിസിയേഷൻ എന്ന് പറയും. എപ്പോഴും റുപ്പി ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത് മാർക്കറ്റിന് അല്ലെങ്കിൽ പൊതുവെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ RBI തന്നെ റുപ്പി ഡിപ്രിസിയേഷൻ വലിയ പ്രശ്നമല്ല എന്നുള്ള രീതികളിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും അപ്പോൾ വളർച്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ അതിനൊരു ഇത് വരുമായിരിക്കാം. അപ്പോൾ മാർക്കറ്റിൻ്റെ അതിൻ്റെ ഒരു റാലിയും കാര്യങ്ങളൊക്കെ വരുമായിരിക്കാം. തീർച്ചയായിട്ടും ഈ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടും ബാക്കിയുള്ള ഡോളർ ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഇടക്കാലത്ത് മാർക്കറ്റിലും റുപ്പിക്കൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞപ്പോൾ ക്രൂഡ് ഓയിൽ പറഞ്ഞപ്പോഴാണ് നമുക്കിപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പം ഈ കമോഡിറ്റി മാർക്കറ്റിന്റെ നോയ്സ് കുറച്ച് കുറഞ്ഞോ എന്നൊരു ഓവറോൾ ആയിട്ട് അതൊരു ഫീൽ ഉണ്ട് കമോഡിറ്റി മാർക്കറ്റിന്റെ. എന്താണ് സ്റ്റിൽ കമോഡിറ്റി മാർക്കറ്റിൽ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ്? കമോഡിറ്റി ബേസിക്കലി പല കമോഡിറ്റീസിലും വലിയ റാലികൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ ഗോൾഡ്, ഇപ്പോൾ സിൽവർ ETF, അല്ലെങ്കിൽ ഈ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെ ETF വരെ ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കമോഡിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ സേഫ് ഹെവൻ അസറ്റ് എന്നുള്ള രീതികളിൽ അതിൻ്റെ സാധ്യതകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരു റാലി ഉണ്ടാകുമ്പോൾ കറക്ഷൻ ഉണ്ടാവും, പിന്നെ റാലിയൊക്കെ ഉണ്ടാവും. സിൽവർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു സപ്ലൈ എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഭാവിയിലേക്ക് ഇതിൻ്റെയൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പൊതുവെ ഇത്തരം ഡയറക്ഷണൽ റാലികൾ കമോഡിറ്റിയിൽ സംഭവിക്കുമ്പോൾ ആളുകൾക്കത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ETF-കളിലൂടെ ചെയ്യാം, ഈവൻ ട്രേഡിംഗ് രീതികൾക്കും ചെയ്യാം. ഇപ്പോൾ ഫ്യൂച്ചേഴ്സിൽ ചെയ്യുന്ന പോലെ തന്നെ ഓപ്ഷൻസിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് കൃത്യമായിട്ട് ഞാൻ പറയാം, എപ്പോഴും കമോഡിറ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സെൻസിറ്റീവ് സ്വഭാവം മനസ്സിലാക്കിയിട്ട് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അത്തരം മാർക്കറ്റുകളിലും അവസരങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കുറച്ചും കൂടി നമ്മളതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കണം, അതിൻ്റെ റിസ്ക് മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഒരു സ്കോപ്പുണ്ട് എല്ലാ സമയത്തും. അത് റീസെൻ്റ്ലി അത് നല്ല രീതിയിൽ തന്നെ സാധ്യതകളുള്ള ഒരു മേഖലയാണ് കമോഡിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പം നമ്മൾ ഈ ലേണിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടന്റ് നമുക്ക് ഫ്ലോ ആകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളുമാണ് റൈറ്റിംഗിലൂടെയൊക്കെ. ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു വളരെ ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരു അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് ആളുകൾക്ക് ഒരു ഹെൽത്തി അപ്രോച്ചാണ്. ഒരു ടിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല എപ്പോഴും മാർക്കറ്റിൽ ആളുകൾക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ലോജിക്കാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സാധ്യതകൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ പഠനം നടത്തുക. അപ്പോൾ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ടിപ്പുകളായിട്ടാണ് ഇന്ന സ്റ്റോക്ക് ഇതുവരെ പോവും, ഇന്ന സ്റ്റോക്ക്, അങ്ങനെ പല രീതികളിലും പറയാറുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റെഗുലേഷൻ്റെതായിട്ട് അത് കുറച്ച് നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം അപ്രോച്ചസ് ആളുകൾക്ക് ഇപ്പോൾ നല്ല സാധ്യതകളെക്കുറിച്ച് പഠനങ്ങൾ പറയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പറയാം, ഇന്ന സെക്ടറുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് പറയാം, ഇന്ന സെക്ടറിൽ ഇതുപോലുള്ള സ്റ്റോക്കുകളുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ രീതികളിലൊക്കെ ജെന്യൂനായിട്ട് ആളുകൾ സംസാരിക്കുമ്പോൾ അത് നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു ടിപ്പ് എന്നുള്ള രീതികളിലേക്ക് ആളുകളിലേക്ക് ഇത് മേടിച്ചോ, അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം കയറി, അങ്ങനെയാണല്ലോ കൂടുതൽ ആളുകൾ ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ രീതികളിൽ നോക്കുമ്പോൾ അത് കാണിച്ചുകൊണ്ട് തന്നെ ആളുകളെ അതിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. അതൊക്കെ ഒരു തരത്തിൽ പറയുവാണെങ്കിൽ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോസിറ്റീവായിട്ട് നമുക്ക് സ്റ്റോക്കുകളെക്കുറിച്ച് സജഷൻ അല്ല, അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ സമയത്തും അതിൻ്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളൊരു സ്റ്റോക്ക് മേടിക്കുന്നത്? ആ ഉത്തരം കിട്ടിയാലേ ഇത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ? ഇപ്പം നമ്മളൊരു സ്റ്റോക്ക് ഒരാൾ പറഞ്ഞു, അയാൾ പിന്നെ കാണില്ല. പക്ഷേ നിങ്ങളത് വാങ്ങിയ ശേഷം അത് താഴെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഉത്തരം വേണം. എനിക്കത് ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇനി അത് കയറുമോ എന്നുള്ളതിന് ഉത്തരം വേണമെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പഠനവും ഒരു ഫണ്ടമെൻ്റൽ സ്റ്റഡി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു വ്യൂവേഴ്സിന്. ഇപ്പോൾ ഫൈനലായിട്ട് ഒരു കാര്യം കൂടെ, സോ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആ ഒരു ലോങ് ടേമിലേക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് അവർ ഡെയിലി അവർ കണ്ടിന്യൂ ചെയ്യേണ്ട ഹാബിറ്റ്സ് എന്താണ്, ഇല്ല എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു സക്സസ്ഫുൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആയിട്ടിരിക്കാൻ? ഇൻവെസ്റ്റർ ആണോ ട്രേഡർ ആണോ? ഇൻവെസ്റ്ററാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ആണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഞാൻ എപ്പോഴും പറയുന്നത് ടു മച്ച് ഡൈവേഴ്സിഫിക്കേഷനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഒരുപാട് അത് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ചെയ്യാം, നമ്മുടെ ഒരു പോർഷൻ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ഇപ്പം എനിക്കൊരു നല്ല സ്റ്റോക്കാണെന്ന് തോന്നുന്ന ഒരു സ്റ്റോക്ക് ഞാൻ മേടിച്ചാൽ പോലും ചിലപ്പോൾ അടുത്തൊരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറി മറിയാം, അല്ലേ? ആ സമയത്ത് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ ഫോക്കസ് ചെയ്താലേ മനസ്സിലാകും. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് വേണം. പിന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന രീതിയിൽ ഇപ്പം നമുക്ക് പല ആളുകൾ ഇപ്പോൾ 2017 മുന്നേ ഒക്കെ ഉള്ള മാർക്കറ്റിലുള്ള ആളുകൾക്ക് ചെറിയ മാർക്കറ്റ് കറക്ഷനെ വലിയ പേടി തോന്നില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിലുള്ള ആളുകൾക്ക് അതിനെ വലിയ പേടിയായിട്ട് തോന്നും. ആ ഒരു വ്യത്യാസം പലപ്പോഴും. അപ്പോൾ അവിടെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഉപയോഗം. അപ്പോൾ ഫോക്കസ് വേണം, ഡിസിപ്ലിൻ വേണം, അങ്ങനെ പിന്നെ നമ്മുടെ ഒരു സൈക്കോളജി അല്ലേ, നമ്മുടെ ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു രീതിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ഒറ്റ സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിലില്ല. 1, 2, 3 കാര്യങ്ങളെ നമ്മളതിൽ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം എൻറിച്ചിൻ്റെ ഓർക്ക എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു ടൈം സേവിങ് കോൺസെപ്റ്റ് എന്നൊന്നുണ്ട്. അതായത് നമ്മളിപ്പം മുമ്പൊക്കെ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ അനലൈസ് ചെയ്യണം, പല പ്ലാറ്റ്ഫോമിലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം, ന്യൂസ് ഗ്യാദർ ചെയ്യണം. ഇതൊക്കെ നമ്മളിപ്പം ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ ടൈം സേവ് ആവുകയാണ്. ആൻഡ് നമ്മളൊരു ബ്ലൈൻഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കില്ല. നമുക്ക് എല്ലാം അനലൈസ് ചെയ്യാനുള്ള എല്ലാ എന്താ പറയുക ഫീച്ചേഴ്സും നമുക്ക് ആ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലുണ്ട്. സോ അത് ഡെഫിനറ്റ് ആയിട്ടും ഇൻവെസ്റ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്കൊരു സർവീസ് എന്നുള്ള രീതി, അത് ഒരു പ്രധാന. ഞാനത് ചോദിച്ചത് 10 years back and now ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ചേഞ്ചസ് ഒരുപാട് മാറ്റങ്ങൾ നമുക്കെല്ലാം ഒറ്റ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ AI ജനറേറ്റഡ് കാര്യങ്ങൾ പോലും വരുന്നു. അപ്പോൾ എൻറിച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് സംഭവിക്കുമ്പോൾ മാർക്കറ്റിൽ നമ്മൾ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതും, പിന്നെ നമ്മൾ ഒരു ഇൻഫർമേഷൻസ് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് ആ ഒരു ഇപ്പം നമ്മളൊരു ഓപ്ഷൻ ആണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി സെക്ടേഴ്സിനെ കുറിച്ചാണെങ്കിൽ അതുമായി ബന്ധം അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പല ബ്രോക്കേഴ്സിലും അത് എൻറിച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ അത് കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് എന്നുള്ളതാണ്. അത് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. അതെ, അവർക്ക് തീർച്ചയായിട്ടും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതെ, ഇൻഫർമേഷൻ എന്ന് പറയുന്ന രീതിയിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ കോൺവെർസേഷൻ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. സോ താങ്ക് യു സോ മച്ച് സുരേഷ് സർ. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.
അപ്പോൾ നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ പുതിയൊരു ഗസ്റ്റുമായിട്ട് വീണ്ടും കാണാം വിത്ത് മോർ ഇൻഫർമേഷൻ ആൻഡ് മോർ ഇൻസൈറ്റ്. താങ്ക് യു. Investment in securities markets are subject to market risks. Read all related documents carefully before investing.